ഒരുപാട് നാളായി ഞാൻ ഇങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്ന് നിങ്ങളുടെ മുമ്പിലിരുന്നൊരു ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞിട്ട്. ഇന്നിപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ അല്ല കേട്ടോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ച് ജീവിതത്തിലെ ഒരു നഷ്ടപ്പെട്ട ഒരു ദിവസമാണ്. അതായത് ഞങ്ങളുടെ അപ്പച്ചൻ ഞങ്ങളെ വേർപെട്ടുപോയി, ഞങ്ങളുടെ അടുത്തുനിന്ന് വേർപെട്ടു പോയ ഒരു ദിവസമാണ്. മെയ് 14, 2004 മെയ് 14 അപ്പച്ചൻ ഞങ്ങളിൽ നിന്നും വേർപെട്ട് പോയത്. അമ്മച്ചി മരിച്ച് 77 അമ്മച്ചി മരിച്ചിട്ട് 2004 വരെയും ഞങ്ങളുടെ ഒപ്പം അപ്പച്ചൻ എല്ലാ കാര്യത്തിനും ഞങ്ങളുടെ പിന്നിൽ നിന്ന് ഞങ്ങളുടെ ഓരോ കാര്യങ്ങളും നടത്തി വളർത്തി വലുതാക്കി ഞങ്ങളുടെ വിവാഹം കഴിപ്പിച്ചയച്ച് കുട്ടികളൊക്കെ ഉണ്ടായി കണ്ട് അങ്ങനെ ഒരു ഇതിലിരിക്കുമ്പോഴാണ് അപ്പച്ചന് ഈ പ്രഷറിൻ്റെ അസുഖമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വേർപാട് പെട്ടെന്നായിപ്പോയി. അതായത് പ്രഷർ കൂടി പെട്ടെന്നൊരു തലകറക്കമൊക്കെ വന്നാണ് അപ്പച്ചൻ ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ് പോയത്. അപ്പം ഇന്നത്തെ ദിവസം ഞങ്ങൾ സാധാരണ എല്ലാ വർഷവും ഈ ദിവസം പള്ളിയിൽ പോയി, അവിടെ അടക്കിയ പള്ളിയിൽ പോകും, എൻ്റെ ഇടവക പള്ളി. അവിടെ പോയി പള്ളിയിലെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ പോയി എല്ലാവരും ഒക്കെ ആയിട്ട് ഒത്തുകൂടി ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ പിരിഞ്ഞു പോരുവാണ് പതിവ്. അത് അമ്മയുടെ മരണത്തെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, അപ്പച്ചൻ്റെ മരണത്തെപ്പറ്റി ഞാനങ്ങനെ നിങ്ങളുമായിട്ട് സംസാരിച്ചിട്ടില്ലല്ലോ എന്ന്. ഇപ്പം അമ്മച്ചി വളരെ ചെറുപ്പത്തിലെ മരിച്ചു പോയതുകൊണ്ട് പിന്നെ ഈ പഠിക്കണ കാലത്തും കല്യാണം കഴിക്കുന്നവരെയും ഒക്കെ അപ്പച്ചൻ്റെ അമ്മ കൂടെ ഉണ്ടെങ്കിലും ഈ രണ്ട് ഭാഗത്തു നിന്നും അമ്മയുടെയും അപ്പൻ്റെയും സ്ഥാനത്ത് നിന്ന് ഞങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന് ഒരു നിലയിലെത്തിച്ച് കണ്ട് ഞങ്ങളുടെ വിവാഹമൊക്കെ കഴിപ്പിച്ചയച്ച് ഞങ്ങൾ കുട്ടികളുണ്ടായി കണ്ടതിന് ശേഷമാണ് അപ്പച്ചൻ ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ് പോയത്. അപ്പോൾ എനിക്ക് പറയാനായിട്ട് ഒരുപാട് ഓർമ്മകളുണ്ട്. അതായത് ഈ അപ്പച്ചൻ അധികം സംസാരിക്കുന്ന ഒരാളൊന്നും അല്ല. പിന്നെ അമ്മച്ചിയുടെ മരണശേഷം സംസാരം വളരെ കുറവായിരുന്നു. അത് നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണല്ലോ. വളരെ ചെറുപ്പത്തിലെ അമ്മച്ചി മരിച്ചു. അതിനുശേഷം ഞങ്ങൾ 2 മക്കളാണ്. എനിക്കൊരു ജ്യേഷ്ഠ സഹോദരനും ഇളയാളാണ് ഞാൻ. ഞങ്ങളെ വളർത്തി വലുതാക്കി കൊണ്ടുവന്നു. എല്ലാവരുടെയും അമ്മ ഗ്രാൻഡ് മദറൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ആ സഹകരണത്തോടുമൊക്കെ കൊണ്ടുപോയി വളർത്തി ഇതാക്കി. ഞങ്ങളുടെ വളരെ സ്ട്രിക്റ്റായിട്ട് തന്നെയാണ് എന്നെ പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി ആയതുകൊണ്ട് വളർത്തിക്കൊണ്ട് വന്നത്. അപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അടുത്ത് കോളേജിലൊക്കെ പോയി വരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഒരു ഹോസ്റ്റലിൽ നിർത്തി 5 വർഷം കോളേജ് വിദ്യാഭ്യാസം പൂർത്തീകരിപ്പിച്ച് അതിനുശേഷം 1 വർഷം ഞാൻ വീട്ടിൽ നിന്നു. വീട്ടുകാര്യങ്ങൾ അമ്മയുടെ കൂടെ നിന്ന് വീട്ടിലെ കാര്യങ്ങളൊക്കെ പഠിച്ച് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാലത്ത് പിന്നെ എന്നെ വിവാഹം കഴിച്ച് അയച്ചത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പച്ചൻ 72 വയസ്സിലാണ് മരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 72 വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കേണ്ട ഒരു പ്രായമല്ലാതെ എങ്കിലും ഇത്രയൊക്കെ കാര്യങ്ങൾ അമ്മ മരിച്ചിട്ട് ഞങ്ങൾക്ക് നടത്തി തരാനായിട്ട് ദൈവം അപ്പച്ചനൊരു അവസരം കൊടുത്തു. പിന്നെ ഈ ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവർക്കും, ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും ഞങ്ങൾക്ക് ഈ ചെറിയ പ്രഷറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണ്. അപ്പോൾ അപ്പച്ചന് പെട്ടെന്നായിരുന്നു വേർപാട്. കാരണം പ്രഷറിൻ്റെ ഇതുകൊണ്ടൊരു തലകറക്കം വന്ന് അങ്ങനെ പെട്ടെന്ന് കുഴഞ്ഞു വീണങ്ങനെ മരിക്കുകയാണ് ഉണ്ടായത്. പിന്നെ പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് അമ്മച്ചിയുടെ മരണശേഷം ഈ എവിടെ പോകുമ്പോഴും ഈ പെൺകുട്ടി ആയതുകൊണ്ട് എന്നെ അങ്ങനെ ചെറുപ്പകാലങ്ങളിലൊന്നും തന്നെ വിടൂലായിരുന്നു. അപ്പം അതിന് കുറച്ച് ഗുണങ്ങളും ഉണ്ട്, കുറേ ദോഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ ഈ ഹോസ്റ്റലിൽ പോയതിന് ശേഷം മാത്രമാണ് തന്നെ നടക്കാനും തന്നെ ബസ്സിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയി യാത്ര ചെയ്യാനൊക്കെ പഠിച്ചത്. അപ്പം അമ്മച്ചി മരിച്ചതിന് ശേഷം അമ്മച്ചിയുടെ വീട്ടിൽ കൊണ്ടുപോവുകയും അവിടെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ സഹകരിപ്പിക്കുകയും ചെയ്യാനായിട്ട് അപ്പച്ചൻ തന്നെ കൊണ്ടുപോകും. അത് അപ്പച്ചന് നിർബന്ധമാണ്. അവിടെ കൊണ്ടുപോയി ആക്കും. എന്നിട്ട് പിന്നെ അവിടെ നിർത്തിയേച്ച് അവിടെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരും. പിന്നെ വെക്കേഷനൊക്കെ വരുമ്പോൾ അമ്മച്ചിയുടെ വീട്ടിൽ അമ്മച്ചിയുടെ ചേടത്തിയുടെ മക്കളെ അനിയത്തിയുടെ മക്കളൊക്കെ വരുമ്പോൾ ഒരാഴ്ചയൊക്കെ പോയി ഞങ്ങളവിടെ നിൽക്കും. അങ്ങനെയൊക്കെയുള്ളൊരു കാര്യമാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം നമ്മളിൽ നിന്ന് വേർപെട്ട് പോകും. വേർപാട് നമുക്ക് വേദനാജനകമാണ്. അത് നമുക്ക് ഒരു ദിവസം നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോവാതെ പറ്റില്ലല്ലോ. അപ്പം ചിലർക്ക് പെട്ടെന്നായിരിക്കും, ചിലർക്ക് കുറച്ച് കഴിഞ്ഞായിരിക്കും പോണത്. എങ്കിലും നമ്മൾ ഇവിടുന്ന് വേർപെട്ട് പോയല്ലേ പറ്റുള്ളൂ.
അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് പറയാനുള്ള എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്യാവശ്യം നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് പോവാൻ ദൈവം ഒരു അനുവാദം തന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും ആർക്കും സംഭവിക്കുന്നില്ല. ചെറുപ്പക്കാർ വരെയും വളരെ പെട്ടെന്ന് ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളായിട്ട് മരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഉള്ള ആക്സിഡൻ്റായിട്ടും പലതരത്തിലുള്ള പ്രശ്നങ്ങളായിട്ടും മരണം ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നേ ദിവസം അപ്പച്ചൻ മരിച്ചിട്ട് 19 വർഷം, അതായത് 2014 മരിച്ചു. ഇപ്പോൾ 2023, 19 വർഷം തികയുവാണ്. ഇന്നലെ കഴിഞ്ഞു പോയതുപോലെയാണ് എനിക്ക് തോന്നണത് എപ്പോഴും. ഇപ്പോൾ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് എന്നാ ഞാൻ പറയണം, അതിനെപ്പറ്റിയൊക്കെ എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നും വാക്കുകളില്ല. മരണത്തെപ്പറ്റി പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പിന്നെ അതിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ ഇത്രയൊക്കെ ആക്കി തന്നു, പോവാൻ ദൈവം അനുവാദം കൊടുത്തു എന്ന് മാത്രമേ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളൂ. പിന്നെ നമുക്ക് ഓരോ സന്ദർഭങ്ങൾ വരുമ്പോൾ നമുക്ക് കൂടുതൽ കരുത്ത് വരും, മുന്നേറാനായിട്ട് നമുക്ക് താങ്ങും തണലുമായിട്ട് നമ്മൾ സ്വയം അങ്ങേ ആവുകയാണ്. പിന്നെ കല്യാണം കഴിച്ച് കുട്ടിയൊക്കെ ഉണ്ടായി കണ്ടു, അതിനൊക്കെ ഒരു യോഗം ദൈവം കൊടുത്തു. അമ്മച്ചിക്ക് അതിനുള്ള യാതൊരു യോഗവും ഉണ്ടായില്ല. ഞങ്ങൾ വളരെ യങ്ങായിരുന്നപ്പോൾ അമ്മച്ചി ഞങ്ങളെ വിട്ടു പോയതാണ്. അപ്പോൾ ഇന്നേ ദിവസം അപ്പച്ചൻ്റെ വേർപാടിൻ്റെ ഒരു ദിവസമാണ്. അപ്പം നിങ്ങളുമായിട്ട് ഞാൻ ആ ഒരു കാര്യം ഷെയർ ചെയ്തതാണ്. പിന്നെ ഞങ്ങളിങ്ങനെ ഞാൻ എപ്പോഴും കൊച്ചപ്പന്മാരും അങ്ങനെയോ കൊച്ചമ്മമാരും അമ്മായിമാരും ഒക്കെയാണ് കൂടുതലും എല്ലാ കാര്യത്തിലും ഒരു പെൺകുട്ടിയായ നിലയിൽ എന്നെ എൻ്റേതായ രീതിയിൽ എല്ലാത്തിനും എന്നെ ഹെൽപ്പ് ചെയ്ത് വളർത്തിക്കൊണ്ട് വന്നത്. ഞാൻ നേരത്തെ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും പെൺമക്കൾക്ക് അമ്മമാരുടെ ഒരുപാട് ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ആ സാഹചര്യങ്ങളിലെല്ലാം എൻ്റെ കൂടെ നിന്ന് എൻ്റെ അമ്മായിമാർ, കൊച്ചമ്മമാർ എല്ലാവരെയും ഞാൻ ഓർക്കുവാണ് ഈ സന്ദർഭത്തിലൊന്നുകൂടി. പിന്നെ ഇനിയിപ്പോൾ എനിക്കൊരു ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ കൂട്ടത്തിൽ മക്കളായിട്ട് ഞങ്ങൾ 2 മക്കളാണ്. മൂത്തത് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇളയാൾ. അങ്ങനെ 2 കുട്ടികളാണ് ഞങ്ങളുള്ളത്. പിന്നെ കൊച്ചപ്പന്മാരുടെ മക്കൾ, കൊച്ചപ്പൻ, കൊച്ചമ്മ, അമ്മായി, അവരുടെ മക്കൾ എല്ലാവരും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ഒക്കെ ആയിട്ട് ഇടപഴകി ഞങ്ങളങ്ങനെ പോകുന്നു. എങ്ങനെയാണെങ്കിലും മാസത്തിലൊരിക്കൽ വീട്ടിൽ പോയി അവരുമായിട്ട് ചുറ്റിക്കറങ്ങി വർത്താനമൊക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് പിരിയും. മിക്കവാറുമൊക്കെ അവരിവിടെയും വന്ന് ഞങ്ങളങ്ങനെ യോജിച്ച് എല്ലാവരുമായിട്ട് ഇടപഴകി പോകുന്നു. അങ്ങനെ ഒരു ലൈഫ് മുന്നോട്ട് പോകുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ മരണങ്ങൾ. എൻ്റെ കൂട്ടത്തിൽ തന്നെയുള്ളൊരു മോൻ, ഞാൻ ഇന്നാളെ നിങ്ങളോടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അപ്പച്ചൻ്റെ അനിയൻ്റെ മോൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റിൽ മരിച്ച കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്നിലും വളരെ ഇളയവനാണ്, അവനും അങ്ങനെ ഒരു അപകടം ഉണ്ടായിപ്പോയി. അത് ഏപ്രിൽ 19 അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ കഴിയുമ്പോൾ ഓരോ പ്രശ്നങ്ങൾ നമുക്ക് ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കും. അത് ജീവിതത്തിൽ അങ്ങനെ ആയിരിക്കും സംഭവിക്കുന്നത്. പിന്നെ അപ്പച്ചൻ എപ്പോഴും ഞാൻ എൻ്റെ ഒരു ഇത് പറയുവാണെങ്കിൽ, ഞാൻ ഈ പ്രീ ഡിഗ്രി അന്നത്തെയൊക്കെ കാലഘട്ടത്തിൽ സ്കൂൾ വിദ്യാഭ്യാസ കാലം കഴിഞ്ഞാൽ പ്രീ ഡിഗ്രിക്ക് കോളേജിൽ സ്കേർട്ടും ബ്ലൗസുമാണ് യൂസ് ചെയ്യണത്. കോമൺ ആയിട്ട് എല്ലാവരും തന്നെ സ്ഥിരം യൂസ് ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിഗ്രി ലെവൽ വരുമ്പോൾ നമ്മൾ സാരി യൂസ് ചെയ്യണം. സെക്കൻഡ് ഇയർ ആയപ്പോൾ സാരി ഉടുത്തു തുടങ്ങി. അപ്പോൾ ഈ സാരി മേടിക്കണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്കേർട്ടും ബ്ലൗസും ഒക്കെ മേടിക്കാനായിട്ട് പോകുമ്പോൾ കൊച്ചപ്പൻ്റെ ഭാര്യ കൊച്ചമ്മ പോരുമായിരുന്നു കൂടെ. എറണാകുളത്തൊക്കെ പോയി ഡ്രസ്സൊക്കെ എടുത്ത് തയ്പ്പിച്ച് തന്ന കുഞ്ഞുമ്മ അങ്ങനെ വിടും. അപ്പോൾ ഈ സാരി മേടിക്കാൻ പോരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊച്ചമ്മയുടെയും പിള്ളേരായി സമയക്കുറവുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ പോകുമ്പോൾ എന്നോട് അപ്പച്ചനോട് ഞാനിങ്ങനെ എനിക്ക് ഡ്രസ്സ് മേടിക്കണമെന്ന് പറയുമ്പോൾ, ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു 12 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് പോകും. എറണാകുളത്തിന് പോണത് അന്ന് വലിയൊരു ലോകത്ത് പോകുമ്പോലെയാണ് പോണത്. എന്നിട്ട് ഞങ്ങൾ സൗത്തിൽ ചെന്നിറങ്ങും. സൗത്തിൽ ഇറങ്ങിച്ച് നമ്മുടെ ജോസ് ബ്രദേഴ്സ്, അവിടെ ജോസ് ബ്രദേഴ്സ് ജംഗ്ഷനിൽ ജോസിൻ്റെ അടുത്ത് തന്നെ ഒരു റോസ് ഫേബ്രിക്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ പറയണ കാലഘട്ടം 84-85 ആട്ടോ, 84 to 86 ഇയേഴ്സ്, ആ ടൈമിലെ കാര്യമാണ് ഞാൻ പറയണത്. അപ്പോൾ അവിടെ ചെന്നിരുന്ന് കഴിഞ്ഞാൽ അപ്പച്ചൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, അങ്ങനെ ഞാൻ പറഞ്ഞില്ല, അധികം സംസാരിക്കുന്ന ആളൊന്നും അല്ല. ആൾക്കാരായിട്ട് ഇടപഴകൽ ഉണ്ട്, പക്ഷെ സംസാരം വളരെ കുറവുള്ളയാളാണ്. അപ്പോൾ ആ സമയങ്ങളിൽ അപ്പച്ചൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന കസേരയിൽ ഫ്രണ്ടിലിരിക്കും. പിന്നെ ഞാനാണ് പോയി ഇങ്ങനെ, അന്ന് മുതലേ ഞാൻ യൂസ് ചെയ്യുന്ന സാരിയാണ് ഈ കോട്ടാ സാരി. അന്ന് സിൽക്കി കോട്ടയൊന്നുമില്ല, ഓർഡിനറി കോട്ടാ സാരി. ക്ഷീണിച്ച ആളായതുകൊണ്ട് നമ്മൾ കോട്ടൺ കോട്ടാ സാരി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇച്ചിരി വണ്ണമൊക്കെ തോന്നിക്കുന്നതുകൊണ്ട് അങ്ങനത്തെ സാരിയാണ് ഞാൻ യൂസ് ചെയ്യണം. അപ്പോൾ പോകുന്നതിന് മുമ്പ് അപ്പച്ചൻ എന്നോട് ചോദിക്കും, അതൊക്കെ എനിക്ക് എപ്പോഴും ഓർമ്മയിലിരിക്കും, എത്ര സാരി മേടിക്കണമെന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും, എപ്പോഴും മേടിക്കണില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് 4-5 എണ്ണം വേണമെന്ന് പറയും.
അപ്പം എന്നോട് ചോദിക്കണ ഒരു ചോദ്യം, അതിന് അപ്പച്ചനറിയില്ലല്ലോ സാരിയുടെ വിലയൊന്നും. ഒരു സാരിക്കൊക്കെ എന്നാ വില വരും? എനിക്ക് തോന്നുന്നത് പൈസ അതനുസരിച്ച് കൊണ്ടുപോകാനായിരിക്കും. ഇന്നത്തെ പോലെ ATM സൗകര്യങ്ങളോ ഒന്നുമില്ലല്ലോ. അപ്പം ഞാൻ പറയും 250 രൂപയ്ക്ക് വരുവുള്ളൂ, കോട്ടൺ സാരിയല്ലേ, അത്രയേ ഉള്ളൂ. അപ്പം അതനുസരിച്ച് പ്ലാൻ ചെയ്ത് പോകും. പിന്നെ ഇതൊക്കെ മേടിച്ച് കഴിയുമ്പോൾ അവിടെ എവിടെയെങ്കിലും കയറി ഒരു ചായയോ ഒരു കാപ്പിയോ എന്തെങ്കിലും മേടിച്ച് തരും. പിന്നെ വീട്ടിൽ വന്നിട്ടാണ് ബാക്കി ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. അതൊരു ഈ 12 മണിക്ക് വീട്ടിൽ നിന്ന് ആ ബസ്സിന് പോയാൽ ഒരു 1:45 സൗത്തിൽ ചെല്ലും കേട്ടോ. അന്ന് ഇങ്ങനെയൊന്നുമല്ല ഡയറക്റ്റ് ബസ് പോവുക. സൗത്തിൽ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ മേടിച്ച് കഴിഞ്ഞ് സൗത്ത് ഗേൾസ് ഹൈസ്കൂളിൻ്റെ അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ ബസ് കയറി പോകാൻ. തിരിച്ചൊരു 6:30-7 മണിയാകുമ്പോഴത്തേക്കും വീട്ടിൽ വരും. അങ്ങനെ ആയിരുന്നു ഞാനിങ്ങനെ ഓരോ ഓർമ്മകൾ പറയുക. പിന്നെ അമ്മച്ചിയുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് അവധിക്കാലത്ത് കൊണ്ടുപോകുമ്പോൾ എനിക്ക് വലിയ ഹര അവിടെ ചെല്ലണം. എന്നാന്ന് വെച്ചാൽ വെല്ലുമ്മച്ചിയുടെ വീട്ടിൽ പോകുമ്പോൾ അവിടെ ഒരു മോളെ വെല്ലുമ്മച്ചിക്ക്. അപ്പോൾ ഈ എറണാകുളത്ത് എന്ന് വെച്ച് ചെറായിലാണ് സ്ഥലം. ഞങ്ങൾ ബോട്ട് കയറിയാണ് പോണേ. അപ്പോൾ ഈ ബോട്ടിൽ കയറുന്ന വലിയൊരു കമ്പ. അപ്പോൾ ബോട്ടിൽ കയറി വൈപ്പിനിൽ ചെന്നിറങ്ങി അവിടെ നിന്ന് ചെറായിക്ക് പോയി ഒരു ദിവസം അവിടെ സ്പെൻഡ് ചെയ്യും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ വല്യപ്പച്ചൻ്റെ ഒരു ബന്ധുവിനൊരു തിയേറ്ററുണ്ട്. അവിടെയൊക്കെ കൊണ്ടുപോയി ഫിലിമൊക്കെ കാണിച്ച് വെല്ലുമ്മച്ചിയും ഗ്ലേസ് ചേച്ചി പോരും. സിനിമ കാണാനായിട്ട് ഞങ്ങൾ പോകുമ്പോൾ മിക്കവാറും സെക്കൻഡ് ഷോയ്ക്കാണ് പോണത്. അതിന് കൂടെ പോകുന്നത് വല്യപ്പച്ചനോ എൻ്റെ അപ്പച്ചനോ കൂടെ പോരില്ല. അവർ വർത്താനം പറഞ്ഞ് ഇറകത്തിരിക്കും. വെല്ലുമ്മച്ചിയുടെ മോള് ഗ്ലേസ് ചേച്ചിയും ഞാനും എൻ്റെ ആങ്ങളെയും കൂടെ ഞങ്ങളാണ് സിനിമ ഒക്കെ പോയി കണ്ട് തിയേറ്ററിൽ. ഞാൻ കുറേയൊക്കെ ഉറങ്ങും, മുഴുവനൊന്നും കാണൂല. അതൊക്കെ കണ്ട് തിരിച്ചു വന്ന് കിടന്ന് പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞാണ് അവിടെ നിന്ന് പോകാൻ. അപ്പോൾ എനിക്ക് അവിടെ പോണ ഓർമ്മ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കയറണം, ബോട്ടേ കയറണം, വലിയ ഓർമ്മയാണ്. അപ്പോൾ അവിടെ പോകാൻ വലിയ ഹര. പിന്നെ തിയേറ്ററിലൊക്കെ പോകാമല്ലോ. പിന്നെ ബീച്ചിൽ കൊണ്ടുപോകും. 2 ദിവസമൊക്കെ നിൽക്കുവാണെങ്കിൽ ബീച്ചിൽ കൊണ്ടുപോകും. പിന്നെ അവധിക്കാലത്ത് വെല്ലുമ്മച്ച് വന്ന് ഞങ്ങൾ 2 പേരെ അവിടെ താമസിക്കാൻ കൊണ്ടുപോകുമായിരുന്നു ഈ സ്കൂൾ അടയ്ക്കുന്ന സമയങ്ങളിലൊക്കെ. അങ്ങനെ ഒരു ഓർമ്മ. പിന്നെ അമ്മച്ചിയുടെ വീട്ടിൽ പോകണ ഒരുപാട് ഓർമ്മകളുണ്ട്. അതൊക്കെ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അമ്മച്ചിയുടെ അനിയത്തി ഒരാൾ കോതമംഗലത്തുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഏറ്റവും ഹര എന്നാന്ന് വെച്ചാൽ കുഞ്ഞുമ്മയുടെ ചേട്ടൻ്റെ മക്കളൊക്കെ ഉണ്ട് അവിടെ അടുത്ത് തന്നെയുള്ള. അപ്പോൾ അവരെല്ലാവരും കൂടെ ഇങ്ങനെ കുന്നും മലയുണ്ട്. അപ്പോൾ ഇങ്ങനെ പാറയിലൊക്കെ കയറി ഇങ്ങനെ നടക്കും. അതൊക്കെ വലിയൊരു ഹരമാണ്. കുഞ്ഞുമ്മയും ഞങ്ങളെ അവധിക്ക് പോകും. ചെല്ലുമ്പോൾ അവിടെ താമസിക്കുമ്പോൾ കോതമംഗലത്ത് കൊണ്ടുപോകണം അവിടെ തിയേറ്റർ. ഇതിപ്പോൾ വെല്ലുമ്മച്ചിയുടെ വീടാണെങ്കിൽ തൊട്ട് ഒരു സ്വല്പം ഒരു 200 മീറ്റർ പോയാൽ തിയേറ്ററുണ്ട് അവിടെ, അവരുടെ തന്നെ ബന്ധുക്കളുടെ. അപ്പോൾ അവിടെ പോവും ഇവിടെ പോവുകയൊക്കെ ചെയ്യും. അമ്മച്ചിയുടെ മരണശേഷമാണെങ്കിലും അമ്മച്ചിയുടെ ആങ്ങളമാരും ചേടത്തിയും അനിയത്തിയൊക്കെ ആയിട്ട് വളരെ കോണ്ടാക്റ്റിലാണ് ഇപ്പോഴും. ആങ്ങളമാരെല്ലാം മരിച്ചു പോയി, ഇനി ഒരു അനിയത്തി മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ. എല്ലാവരുമായിട്ട് വളരെ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോഴും ആവശ്യങ്ങൾക്ക് കാണുകയും വിളിക്കുകയും പുറക്കുകയൊക്കെ ചെയ്താണ് ഞങ്ങളിപ്പോഴും മുന്നോട്ട് ജീവിച്ചുകൊണ്ട് പോണത്. അപ്പം നാളെയും അതിന് ദൈവം അനുവദിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുവാണ്. പിന്നെ അപ്പച്ചൻ അങ്ങനെ ഇത്രയും വർഷമൊക്കെ ജീവിച്ചിരിക്കാൻ ദൈവം ഒരു ഇത് തന്നു. പിന്നെ ഞങ്ങൾക്ക് ആർക്കും ആശുപത്രിയിൽ നിന്ന് ശുശ്രൂഷിക്കാനൊന്നും അവസരം ദൈവം തന്നില്ല. അല്ലാതെ തന്നെ വീട്ടിൽ വെച്ച് തന്നെ അപ്പച്ചന് മരണം സംഭവിക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഒരു തലകറക്കം ഉണ്ടായി വീണ് മരിക്കുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെ ഞങ്ങളിൽ നിന്ന് വേർപെട്ട് പോയിട്ട് 19 വർഷം തികയുവാണിന്ന്. അപ്പം ഞാൻ ഈ അമ്മച്ചിയുടെ ഓർമ്മ നിങ്ങളുമായിട്ട് പങ്കുവെച്ചിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ കരുതി അപ്പച്ചൻ്റെ ഓർമ്മയെ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് കരുതി പങ്കുവെച്ചതാണ്. പിന്നെ എനിക്കിപ്പോൾ ഇനി അപ്പച്ചൻ്റെ കൂട്ടത്തിൽ അപ്പച്ചൻ്റെ ഒരു ആ ജനറേഷനിൽ ജീവിച്ചിരിക്കുന്നത് അപ്പച്ചൻ്റെ ഒരു പെങ്ങളുണ്ട് കോട്ടപ്പടിയിൽ, അമ്മച്ചിയുടെ വീടിൻ്റെ സമീപം തന്നെയാണ്. പിന്നെ തറവാട്ടിലെ അപ്പച്ചൻ്റെ ഇളയ അനിയനും അനിയൻ്റെ ഭാര്യ കുഞ്ഞുമ്മയുണ്ട്. മറ്റുള്ളവരുടെ മക്കളൊക്കെ ഉള്ളു, എല്ലാവരും മരിച്ചു. ചാച്ചന്മാരും മൂത്ത അമ്മായിയൊക്കെ മരിച്ചവരുടെ മക്കളെല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങളുമായിട്ടൊന്ന് ഈ ദിവസം പങ്കുവെച്ചതാണ്. അപ്പം ശരിയെന്നാൽ.